ജസ്പാലിന് കിട്ടിയ പെണ്ണിനെ കണ്ടില്ലേ? ശരിക്കും അവൻ ഭാഗ്യമുള്ളവൻ. അവരെത്ര നല്ല ജോഡിയാണെന്ന് നോക്ക്. എത്ര നല്ല ദിവസങ്ങളായിരുന്നു അത്. എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രം. ഞാൻ സ്വർഗത്തിലെത്തിയെന്ന് തോന്നിയ ദിവസങ്ങളായിരുന്നു അതെല്ലാം. നേരത്തെ എത്തിയോ? വേഗം വാ. ഒരു കാര്യം അറിയോ, ഇന്ന് ഓഫീസിൽ സമാധാനം കിട്ടിയതേ ഇല്ല. രാവിലെ തന്നെ നിന്നെ ഓർമ്മ വന്നു. സത്യമാണോ? എന്നെ ഒരുപാട് മിസ് ചെയ്തോ? സോറി ഞാൻ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. എന്തായാലും വന്നില്ലേ, ഇനിങ്ങ് വാ. ഞാൻ രണ്ടുപേർക്കും ചായ എടുത്തിട്ട് വരാം. നിനക്ക് എന്താടാ പറ്റിയത്? എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ നീ. എന്നെ ബോർഡറിലേക്ക് അയക്കാൻ പോവാ. 4 മാസത്തേക്ക് എനിക്ക് വീട്ടിലേക്ക് വരാൻ പോലും പറ്റില്ല. മായയോട് പറഞ്ഞോ നീ? ഇല്ല. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏയ്, ഇത് പാർട്ട് ഓഫ് ദ ജോബ് അല്ലേ, നമുക്ക് വേണ്ട വെക്കാൻ പറ്റില്ലല്ലോ. മായക്കത് മനസ്സിലാവും. ആകുമായിരിക്കും. പക്ഷേ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ അവൾ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയാവും. എനിക്കിവിടെ ആരെയും ഒരു വിശ്വാസവും ഇല്ല. എനിക്കിവിടെ ആകെ നീ മാത്രമേ ഉള്ളത്. നീ അവളുടെ കാര്യം ഒന്ന് നോക്കിക്കൊള്ളണേ. തീർച്ചയായിട്ടും ഡാ, ഞാൻ ശ്രദ്ധിച്ചോളാം എല്ലാം. നീ അതോർത്ത് പേടിക്കണ്ട. താങ്ക് യുടാ, താങ്ക് യു. ഇതാ രണ്ടുപേർക്കുള്ള ചായ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പന്തികേട് തോന്നി തുടങ്ങിയതാ. പക്ഷേ ഈ കാര്യം എങ്ങനെ ചോദിക്കണം പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? എന്ത് കാര്യം? സന്തോഷമുള്ള കാര്യമല്ല, അതെങ്ങനെ പറയണമെന്ന് ആലോചിക്കുക ഞാൻ. എന്താണെങ്കിലും പറഞ്ഞോ. എനിക്ക് 4 മാസം ബോർഡറിലേക്ക് പോകേണ്ടി വരും. നിനക്ക് വിഷമമായോ? വിഷമിക്കുന്ന കാര്യം തന്നെയല്ലേ ഇത്. നീ 4 മാസത്തേക്കാ ഇവിടുന്ന് പോകാൻ പോകുന്നത്. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? അതാ ഞാനും ചിന്തിച്ചത്. എനിക്കൊരു നിമിഷം പോലും നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും. ഫുഡൊക്കെ കഴിക്കണം. നീയും. ജസൽ, പോവാം. വണ്ടി വന്നടാ. വന്നേ, ലഗേജൊക്കെ ഞാൻ എടുത്തോളാം. വാ. ബൈ. ബൈ. സമ്മർ മുഴുവൻ എൻ്റെ ഡ്യൂട്ടി ബോർഡറിലായിരുന്നു. ആ 4 മാസവും ഞാൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ജീവിച്ചു. അവിടെ ഒരു രീതിയിലും പേഴ്സണൽ കോൾ വിളിക്കാനുള്ള പെർമിഷനും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മായയുമായിട്ട് എനിക്ക് സംസാരിക്കാനും കഴിഞ്ഞില്ല. ബോർഡറിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തിരുന്നത്. ബോർഡറിലേക്ക് എത്താറായപ്പോഴേക്കും ഞങ്ങൾക്കുണ്ടായിരുന്ന ടെൻഷനെല്ലാം അവസാനിച്ചു. 4 മാസം വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് 3 മാസം ലീവും കിട്ടി. അങ്ങനെ എനിക്ക് കുറച്ച് നാളിന് ശേഷം മായയെ വിളിക്കാനും പറ്റി. പക്ഷെ എനിക്ക് ലീവ് കിട്ടിയ കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ല. ഹലോ മായ, സുഖമല്ലേ? നീ എപ്പോഴാ വരുന്നത്? നീ ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇനി 1 മാസം കൂടിയല്ലേ ഉള്ളൂ. ഈ 3 മാസം പോയതുപോലെ ആ 1 മാസം അങ്ങ് പൊയ്ക്കോളും. നീ ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നത് എന്ത് കഷ്ടപ്പാടാന്നറിയോ? നിനക്കൊരു കാര്യം അറിയോ? ഓരോ നിമിഷം ഞാൻ തള്ളി നിൽക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാ. എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാനാ,
ഡ്യൂട്ടി ചെയ്യാതെ പറ്റുമോ? നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതല്ലേ. ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നീ ഒരു കവിയെ പോലെ സംസാരിക്കുന്നത്. എന്ത് ചെയ്യാനാ, എനിക്കിവിടെയല്ലേ ഡ്യൂട്ടി. പിന്നെ നിന്റെ പ്രണയം എന്നെ പാറിപ്പറക്കുന്ന ഒരു പറവയാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വേഗം വാ. ബൈ ഡിയർ, ലവ് യു. ഓക്കെ ലവ് യു, ബൈ ബൈ. ഞാൻ മായയോട് ഒരു കാര്യവും പറഞ്ഞില്ല. വീട്ടിലേക്ക് ചെന്ന് അവൾക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ കരുതിയത്. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായിരുന്നു എനിക്ക്. അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലെത്തി. എൻ്റെ കയ്യിലുള്ള ചാവി കൊണ്ട് ഞാൻ ഡോറ് തുറന്നു. അകത്തേക്ക് കയറി. വലിയ ശബ്ദമുണ്ടാക്കാതെ ഞാൻ ലഗേജസ് ഒക്കെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു. എനിക്ക് മായയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് അവളെ ഷോക്കാക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ പക്കൽ ഇനി 1 മാസം കൂടി ഉള്ളൂ. അടുത്ത മാസം ജെസ്സി തിരിച്ചു വരുമെന്നാ പറഞ്ഞു. നീ എന്തിനാ അതിന് ടെൻഷൻ ആവുന്നേ? അവൻ വന്നാ തന്നെ അധികം കാലം നിൽക്കാതെ തിരിച്ച് ഡ്യൂട്ടിക്ക് പോവുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒളിച്ചും പാത്തും കാണുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. നീ ആ പറഞ്ഞത് ശരിയാ. കട്ട് തിന്നുന്നതിന്റെ സുഖം അത് വേറെ തന്നെയല്ലേ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അജിത്തും മായു എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന്. ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ തല കറങ്ങുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകണോ അതോ രണ്ടിനെ കൊല്ലണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്കത് കാണണമെന്ന് തോന്നി. ഞാൻ വന്നു കഴിയുമ്പോൾ ഇവരെങ്ങനെയാണ് ഡ്രാമ കളിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ എൻ്റെ ലഗേജസുമായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വേദനകളെല്ലാം സ്വയം നിയന്ത്രിച്ച് ഡോറിന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ബെല്ലടിച്ചു. കതക് തുറക്കാൻ ലേറ്റ് ആകുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അകത്ത് അവർ രണ്ടുപേരും കൂടി സുഖിക്കുകയായിരുന്നു. അവർക്കത് അവസാനിപ്പിക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ സ്വപ്നം കാണുന്നതാണോ? നീ സത്യത്തിൽ എന്നെ ഷോക്കാക്കിയിരിക്കുക. ഇപ്പൊ വന്നത് എന്തായാലും നന്നായി. 1 മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിലേ എന്റെ ശവം നീ കണ്ടേനെ. അതുകൊണ്ടല്ലേ നേരത്തെ വന്നത്? വാതിൽ തുറക്കാൻ എത്ര ലേറ്റ് ആയത്? ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. ഞാനോർത്തു അജിത്ത് തുറക്കുമായിരിക്കുമെന്ന്. പക്ഷെ അവന് വാഷ്റൂമിലായി പോയി. അവന് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയാണോ? ഞാൻ വേറെ ആർക്കു വേണ്ടി വാങ്ങാനാ? ഇതെന്താ ഇങ്ങനെ വന്ന വഴിക്ക് എന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുന്നില്ലേ? വാ, അകത്തേക്ക് വാ.
എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാ കൊണ്ടുവന്നിരിക്കുന്നത്? സ്വർണത്തിന്റെ നെക്ലസോ? വാവ്, താങ്ക് യു സോ മച്ച്. ഞാൻ സ്നേഹത്തോടെ വാങ്ങിയതാ. എൻ്റെ കൈ കൊണ്ട് ഇട്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോ നിനക്കിട്ട് തന്നൂടെ? ആ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഒരുപാട് ലേറ്റായല്ലേ? ഞാൻ നിനക്ക് വേണ്ടി നല്ല ചൂടുള്ള ചായ ഉണ്ടായിക്കൊണ്ടുവരാം. എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യ്. ചായ ഇടാൻ പോലും നീ എൻ്റെ അടുത്തൊന്നും മാറരുത്. ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇത്രയും നേരത്തെ തിരികെ വന്നത്. ഇത്രയും നാൾ കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വന്നതല്ലേ? ഞാനെന്താ ഇവിടുന്ന് ഓടിപ്പോകാൻ പോവാണോ? ആ അജിത്ത് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ രണ്ടുപേർക്കും ചായ ഇട്ടുകൊണ്ട് വരാം. എന്താ അജിത്തിൻ്റെ മുമ്പിലൊന്നും ചെയ്യാൻ നിനക്ക് ഇഷ്ടമല്ലേ? അതെന്താ? എനിക്കെന്താ അങ്ങനെ ഒരു പ്രശ്നം? അല്ല, ഒരു മിനിറ്റ്. നിന്റെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം ഉള്ളതുപോലെ. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവില്ലേ? എപ്പോഴും ഒരുപോലെ ജീവിക്കാൻ ആരെക്കൊണ്ട് പറ്റില്ലല്ലോ. ജെസി, നീ എത്തിയോ? എത്ര ദിവസമാണ് നിന്നെ കണ്ടിട്ട്. എടാ, നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തോടാ. ഇരിക്കി. ആരാ കൂടുതൽ മിസ് ചെയ്തത്? നീയാണോ അതോ മായയാണോ? മിസ് ചെയ്തതിന്റെ കണക്കൊക്കെ ഇപ്പൊ എടുക്കാൻ പറ്റോടാ? മായ അവളുടെ ഭർത്താവിനെ മിസ് ചെയ്തു, ഞാൻ എന്റെ ഫ്രണ്ടിനെയും. ഒന്ന് തീരുമാനമാക്കിയിട്ട് പറയും. നീ ഇതെന്തൊക്കെയാ പറയുന്നത് ജെസി? നിന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഞാനൊരു കട്ടുറുമ്പാവാൻ നിൽക്കുന്നില്ല. ഇനി ഞാൻ പോയേക്കാം. ഇരിക്കേ. സത്യത്തിൽ കട്ടുറുമ്പ് ഞാനാണല്ലോ. ഞാൻ തെറ്റായ സമയത്ത് കയറി വന്ന് നിങ്ങളുടെ സുഖം ഇല്ലാതാക്കിയില്ലേ? എന്താ സത്യമല്ലേ പറഞ്ഞത്? എല്ലാം ഒന്ന് മതിയാക്ക് ജെസി. നീ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? നീ എന്നെ അജിത്തിനെ സംശയിക്കുവാണോ? സംശയത്തിന് പോലും ടൈം ഉണ്ടായില്ല. സംശയം ഉണ്ടായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? എനിക്ക് ആ കൺഫ്യൂഷൻ ഇല്ല. ഞാനെല്ലാം കണ്ടല്ലോ. നീ എന്ത് കണ്ടെന്നാ പറയുന്നേ? എത്ര മോശമായിട്ടാ നീ ചിന്തിക്കുന്നേ? ഞാൻ മായ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അവിഹിതമാണെന്നോ? ഇതൊക്കെ കണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ പോട്ടെ. നിക്ക്. ഇരിക്ക്. രണ്ടെണ്ണം അടിച്ചിട്ട് പോകാം. ഇത് കുടിക്കാം. ചിയേഴ്സ്. കുടിക്കാൻ. ഞാൻ പോയിട്ട് വരാം. ഏയ്, അവിടെ ഇരിക്കേ. ഇവിടുന്ന് രക്ഷപ്പെടാന്ന് രണ്ടും കരുതണ്ട. മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ. നീയും ഇരിക്കേ. ഞാനെല്ലാം നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, കേൾക്കുകയും ചെയ്തു. അതായത് ജെസ്സി വന്നു കഴിഞ്ഞാൽ കട്ട് തിന്നണമെന്നല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കി സമ്മതിക്ക്. പറയാൻ. ഇല്ലെങ്കിൽ രണ്ടിനെയും കൊല്ലാൻ എനിക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം ജെസ്സി. ഗുഡ്. ഇനി ഈ കഥ എവിടുന്ന തുടങ്ങിയെന്നും കൂടെ പറഞ്ഞേക്ക്. നിങ്ങളുടെ ഈ വൃത്തികേട് തുടങ്ങിയിട്ട് എത്ര നാളായി? ജെസ്സി, സത്യം പറ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറയാം. നീ ഇവിടുന്ന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോ
മായയ്ക്ക് വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നു. ഇത് നിനക്ക് വേണ്ടി മാത്രം വാങ്ങിയതാ. ഓ താങ്ക് യു. ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ ഐസ്ക്രീമാ. ഫോർ യു. എനിക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാണ്. കുറച്ചുകൂടി കഴിക്കുന്നേ. കൊള്ളാം. ഇതാണല്ലേ ഐസ്ക്രീം കൊണ്ടുണ്ടായ പ്രണയം. ഇനി എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ലൈവ് കാണണം. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞാനൊന്ന് കാണട്ടെ. വേഗം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ കൊന്നു കളയും ഞാൻ രണ്ടിനെ. ഇവിടെ സീനുണ്ടാക്കരുത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ബാക്കി ചെയ്യ. ജസ്പാൽ സിംഗ് തൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും വെടിവെച്ചു കൊന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് മായയെപ്പോലൊരു പെണ്ണിനെ ഞാൻ എന്തിനിത്രയധികം സ്നേഹിച്ചു എന്നാണ്. അതിനുത്തരം ഒന്ന് മാത്രമാണ്. അതായിരുന്നു ദൈവം കാത്തുവെച്ച വിധി. you